നമ്മുടെ നാട്ടിലെല്ലാം ഒരു ട്രെൻഡാണ് ആക്ച്വലി. ഇപ്പം നമ്മളൊരു ഒരു 2 വർഷം മുമ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുമായിരുന്നു, എല്ലാവരും വലിയ വീടുകൾ പണിയുന്നൊരു ട്രെൻഡായിരുന്നു അല്ലേ? ആ ഒരു ട്രെൻഡ് പിടിച്ചിട്ട് അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ വന്ന പുതിയ ട്രെൻഡാണ് ആളുകൾ ഒരു 2017-18 കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് അത് പിന്നെ ആ ഒരു ട്രെൻഡ് പിടിച്ചു വിദേശത്തേക്കുള്ള. ഇന്ന് ഒരു +1 +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിക്ക് എത്രത്തോളം ചിന്തിക്കാൻ പറ്റും ഭാവിയെക്കുറിച്ച്? പരിമിതികളുണ്ട്. എല്ലാവരും +1 +2 കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ലോകം, അവർ കണ്ടു വളർന്ന സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. അവരുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് മനസ്സിലാക്കി വരുന്ന സമയത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഒരു വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സ് വേണം അല്ലേ? അതേപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ 18 വയസ്സ് വേണം. അപ്പോൾ ഈ 18 വയസ്സ് ആണ് ഒരു പൗരനാവുന്ന സമയം. ഈവൻ ചില പിള്ളേർ 17ാമത്തെ വയസ്സിനാണ് +2 കംപ്ലീറ്റ് ചെയ്തു പോകുന്നത്. സോ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വരുന്ന സമയത്ത് എത്രത്തോളം അവർക്ക് ചിന്തിക്കാൻ പറ്റും? സോ അവർക്ക് ആ ഒരു പക്വതയും പാകതയും വരുന്ന സമയം ആവുന്നതിന് മുമ്പ് നാട്ടിലൊരു ട്രെൻഡ് പിടിച്ച ആളുകളെല്ലാവരും വിദേശത്തേക്ക്. പല ആളുകളുടെയും കാര്യം വളരെ ദയനീയം. അപ്പോൾ ആദ്യത്തെ അത്ര ഒരു നല്ല രീതിയിലൊന്നും അല്ല ഇപ്പം മൈഗ്രേഷൻ. ഇപ്പം പല ആളുകളും റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. കാരണം കാനഡയിൽ നിന്ന് ആളുകൾ തിരിച്ചു വരണം എന്നുള്ള രീതിയിലേക്കായി. UK പുതിയ നിയമങ്ങൾ കാരണം UK പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസിലേക്കായി. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും വേണ്ട രീതിയിൽ ആളുകൾ ആലോചിക്കാഞ്ഞിട്ടും ചിന്തിക്കാഞ്ഞിട്ടും വേണ്ട രീതിയിൽ ഒരു കാര്യം ആവിഷ്കരിക്കാത്തത് കൊണ്ടും വരുന്ന പ്രശ്നമാണ്. ആളുകളൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ സപ്പോസ് നമ്മുടെ നാട്ടിൽ ഒരാൾ വിദേശത്തേക്ക് പോയി, അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ കാര്യങ്ങളും അവരെ ഫോഴ്സ് ചെയ്തു എന്ന് വെച്ചു. പക്ഷെ അത് കാണുമ്പോഴേ അവരുടെ തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ എന്ത് ചെയ്യും? അവരുടെ പിള്ളേരെയും ഈ രീതിയിൽ പ്രഷർ ചെയ്യുകയാണ്, നിങ്ങൾ വിദേശത്തേക്ക് പോകും, അവിടെ പോയി സെറ്റിലാവും. സോ ഈ പ്രഷറിൻ്റെ പുറത്താണ് ഈ കുട്ടികൾ വളരുന്നത്. അതേപോലെ തന്നെ കുട്ടികളാണെങ്കിലും നോക്കുമ്പം വിദേശത്തെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണുമ്പം അവർ മറ്റൊന്നും ആലോചിക്കത്തില്ല. അവർ വരായകളൊന്നും ആലോചിക്കാതെ ഇതിനകത്തേക്ക് എടുത്തിയാടി വിദേശത്ത് ചെന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ മൈഗ്രേഷൻ കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ കൈപ്പേറിയ രുചികൾ മനസ്സിലാവുന്നത്. ഓരോ മനുഷ്യനും ഓരോ നാട്ടിൽ ജനിച്ച് വളർന്ന് നമ്മുടെ രാജ്യം എന്താണെന്നും നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റാതെ അതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേന് ഇവർ വലിയ ട്രാപ്പിൽ പെട്ടുപോവാണ്. സോ അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ചിലരൊക്കെ അൺസ്കിൽഡ് ജോലി എങ്ങനെയാലും കിട്ടിപ്പോകണമെന്നുള്ള രീതിയിലാണ് ചില ആളുകളുടെയൊക്കെ രീതി. സോ എങ്ങനെ ഇവർക്ക് ഈ രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നല്ല ഒന്നാന്തരം കോഴ്സ്. നമുക്കൊക്കെ നോക്കാം, SSLCയുടെ ഒക്കെ റിസൾട്ട് വരുന്ന സമയത്ത് എല്ലാ മരത്തേലും കൊണ്ടുപോയി ഫ്ലക്സ് വെച്ചേക്കുക ഫുൾ A+. +2 റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഫുൾ A+. ഡിഗ്രിക്ക് റാങ്ക് ഹോൾഡർ. ഇവരൊക്കെ എവിടെ പോകുന്നു? ഇവരവിടെ പോയി പാത്രം കഴുകാനും അവിടെ പോയി പെട്രോൾ പമ്പിൽ നിൽക്കാനും വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കളച്ചിരുന്ന് പഠിക്കുന്നത്? കഴിയുമെങ്കിൽ +2 കഴിയുമ്പോഴേ ആൾക്കാർ വിദേശത്തേക്ക് പോകുന്ന ആ ഒരു സിസ്റ്റം നിർത്തി എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇവിടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ഡിഗ്രി സമ്പാദിച്ച് അത്യാവശ്യം ഒരു ജോലിയൊക്കെ നേടി ഒരു ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഒന്നേ പോകാം. അല്ലെങ്കിൽ ഒരു ഡിഗ്രി ചെയ്ത് PG ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇനി അതിൻ്റെയൊക്കെ ട്രെൻഡ് കഴിഞ്ഞു, ഏകദേശം തീരാറായി. അധികം നാൾ ഇനി ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അധികം നാൾ ഇനി ഈ ഒരു ട്രെൻഡ് ഇല്ല. കാരണം അവിടെ ആവശ്യത്തിനുള്ള ആൾക്കാരായി, ഉള്ള ആളുകളെ കൊണ്ട് തന്നെ അവർക്ക് പറ്റാതായി തുടങ്ങിയിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ കണ്ട രാജ്യങ്ങളെല്ലാം ഇത് കട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഈ പറയുന്ന സ്റ്റുഡൻറ്റ് വിസയുടെ സിസ്റ്റം ഒരു കൂടുതൽ ക്രൈറ്റീരിയാസ് വെക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ വർക്ക് വിസ ചെല്ലുന്ന ആളുകൾക്ക് കൂടുതൽ ക്രൈറ്റീരിയാസ് വരും. ഇപ്പോൾ നമുക്ക് NHSലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ UK കാര്യങ്ങൾ അറിയാം. അവരുടെ മിനിമം സാലറി റിക്വയർമെൻറ്റ് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പൗസിനെ കൊണ്ടുവന്ന കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് കാനഡയിൽ വന്നു, UK വന്നു. സോ ഇങ്ങനത്തെ ഒത്തിരി കണ്ടീഷൻസ്. നമ്മളവിടെ ചെന്ന് നമ്മുടെ കയ്യിലെ ക്യാഷ് എല്ലാം കൊടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമുണ്ടോ? നാട്ടിൽ തിരിച്ചു പോരാൻ പറ്റുമോ? കാരണവന്മാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കൾ ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ പിള്ളേരെ പറഞ്ഞു വിടുന്നത്. ഇത്രയും ഫീസും കൊടുത്ത് വിദേശത്ത് ചെന്നൊരു ജോലിക്ക് ഒരു പർട്ടിക്കുലർ കോഴ്സിന് ചേർന്നു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ തിരിച്ചു വരാൻ പറ്റുമോ? വല്ലാത്തൊരു പ്രതിസന്ധിയല്ലേ? നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭീമമായ ലോൺ 30-40 ലക്ഷം രൂപ ലോൺ അടയ്ക്കാനുള്ള സിറ്റുവേഷൻ, ക്യാഷ് കൈ കണ്ടെത്തണം. അതേപോലെ തന്നെ അവിടുത്തെ ഇത് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇവർ മീറ്റ് ചെയ്ത് ജീവിതത്തിൽ വേണ്ടിയ കാശ്, ഓരോ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാശ് വേണം ജീവിക്കേണ്ട മുന്നോട്ട്. സോ അത് ഈ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുന്ന കാര്യമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് ആളുകൾ പോയി ഈ ഒരു ട്രാപ്പിലേക്ക് പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഡിസിഷൻ അവരവരുടെ മാത്രം കാര്യം. ഇപ്പോൾ ഞാനിത് പറഞ്ഞു എന്നും പറഞ്ഞ് ആരും ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കണമെന്നില്ല. ഓരോരുത്തർക്കും അവരവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഏതാണ് ആപ്റ്റ്. ഇപ്പോൾ ഒരാളുടെ സാഹചര്യമല്ല മറ്റൊരാൾക്ക്, അവരുടെ സാഹചര്യമല്ല മറ്റൊരാൾക്ക്. സോ ഇത് ഓരോരുത്തർക്കും പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആയിരിക്കും. സോ ഒരാൾക്ക് ചിലപ്പം വിദേശത്ത് പോയി സെറ്റിലാവുന്നതായിരിക്കും കുറച്ച് നല്ലത്, ചിലപ്പം വേറൊരാൾക്ക് നാട്ടിൽ തന്നെ സെറ്റിലാവുന്നതായിരിക്കും നല്ലത്. നല്ല കഴിവുള്ള ആളുകൾ ഇത്രയും ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൂടാ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് നമുക്ക് അല്ലെങ്കിൽ ലോൺ എടുത്തുണ്ടാക്കുന്ന കാശ് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ടിട്ട് സ്ട്രഗിൾ ചെയ്യണോ? ഇത്രയും ഫീസ് കൊടുക്കുന്ന സ്റ്റുഡൻസിന് ഇത്രയും സൗകര്യങ്ങൾ ഈ വിദേശത്ത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുണ്ടോ?
ഇത്രയും ഫീസ് കൊടുത്ത് പഠിക്കാൻ പോകുന്ന ആളുകൾ. പലരും പറയും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചള്ളാണെന്ന്. ലോകത്തെ തന്നെ ടോപ്പ് നോച്ചുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ആ രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചള്ളാണെന്ന് പറയുമ്പം അത് എന്തിൻ്റെ പേരില്ല? ഇത് എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്ത് ഇത് മോശമാണെന്ന് പറയുമ്പം ഇതെങ്ങനെ ഇത് സാധിക്കുന്നു? നമ്മുടെ നാട്ടിലെ മഹാന്മാർ ഈ നാട്ടിൽ പഠിച്ച ആൾക്കാരല്ലേ? നമ്മുടെ നാട്ടിലെ ജോലി സാധ്യതകളില്ല, കാര്യങ്ങളില്ല എന്ന് പറയുന്നു. വേണ്ട രീതിയിൽ പഠിക്കേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഒരു ബിസിനസ് ചെയ്തുകൂടെ? നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ യുവതലമുറയുടെ റിസോഴ്സസ് യൂസ് ചെയ്തുകൂടെ? എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓരോരുത്തരും ഈ പോകുന്ന ഓരോ ആളുകളുടെയും കഴിവും അവരുടെ പ്രയത്നങ്ങളും ഈ രാജ്യത്ത് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട് വികസിക്കുകയല്ലേ? നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് ആളുകൾ പറഞ്ഞ് ഇങ്ങനെ വിദേശത്തേക്ക് പോകുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. വിദേശത്തേക്ക് പോകുമ്പം ഇങ്ങനെ ചിന്തിച്ച ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ മഹാന്മാർ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമായിരുന്നോ? ഇല്ല. നമുക്കൊരു 2 തലമുറ അല്ലെങ്കിൽ 3 തലമുറ മുമ്പുള്ള ആളുകൾ അനുഭവിച്ചിരുന്ന പല കഷ്ടതകളും മാറി ഇന്നത്തെ തലമുറ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ അറിയുന്നുണ്ടോ? കാലങ്ങൾ മാറുമ്പോൾ മുന്നോട്ട് പോകും. സോ ഒളിച്ചോട്ടം ഒന്നിനും ഒരു ഇതല്ല. പല ആളുകളുടെയും കമൻസും അതേപോലെ തന്നെ പല ആളുകളുടെയും മെസ്സേജസും കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഇവിടെ ഇനി രക്ഷയില്ല, ഇവിടെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ സാഹചര്യങ്ങൾ പറ്റത്തില്ല. എന്നിട്ട് ഇവർ വിദേശത്തേക്ക് ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതിൻ്റെ കൈപ്പേറിയ രസം മനസ്സിലാകുമ്പോൾ ഇവർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. തിരിച്ചു വരാനും മേല അവിടെയും മേല എന്ന് പറഞ്ഞ പോലെ ഇന്നതും ഇല്ല, കയ്യിലുണ്ടായിരുന്നതും പോയി, ഉത്തരത്തിലിരുന്നത് കിട്ടിയില്ല, കഷത്തിലിരുന്നത് പോയി എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. സോ അതേ പരിപാടിയാണിത്, അതേ സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിസിഷൻസ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ആലോചിക്കുക. സ്റ്റുഡൻസ് ആണെങ്കിലും എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു എടുത്തിയാട്ടം നടത്താതിരിക്കുക. വേണ്ട രീതിയിൽ നമ്മൾ പ്രയത്നിക്കണം. പൈസ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതിൻ്റെ കോഴ്സസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും പറഞ്ഞു തരുന്ന കോഴ്സസ് ഒന്നും ഇല്ല. അതിപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും ഒരിടത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതില്ല. അതൊക്കെ നമ്മളപ്പോൾ സ്വയമേ ആർജിച്ചെടുക്കണം. എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണം, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെയാണ് ഈ വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സ്, എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇത് മനസ്സിലാക്കി നല്ല രീതിയിൽ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സക്സസ്സിലേക്ക് എത്തിപ്പെടാം. എന്നാൽ പോലും എല്ലാവർക്കും എത്തിപ്പെടണമെന്നില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് പ്രയത്നിക്കാതെ, പണ്ട് നമ്മളൊരു ടോക്ക് കേട്ടിട്ടുണ്ട്, ഒരാൾ ദരിദ്രനായിട്ട് ജനിക്കുന്നത് അവരുടെ കുറ്റമല്ല, പക്ഷേ ദരിദ്രനായിട്ട് മരിക്കുന്നത് അത് അവരുടെ കുറ്റമാണെന്ന്. സോ ഇത് എക്സാക്ട്ലി അതാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. നമുക്ക് ഭൂമിയിൽ കിട്ടിയിരിക്കുന്ന ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ പ്രയത്നിച്ച് നല്ല രീതിയിൽ അതൊരു സക്സസ്സിലേക്ക് എത്തിപ്പെടുത്താൻ സാധിക്കണം നമ്മളെക്കൊണ്ട്. അതിനുവേണ്ടി നമ്മൾ ഓരോ നിമിഷവും ശ്രമിക്കണം. അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി അവർ ചെയ്തു ഇവർ ചെയ്തു എന്നും പറഞ്ഞ് നമ്മളും അതിൻ്റെ പുറകെ എടുത്തിയാടി സമൂഹത്തിൽ 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് 99 പേര് ഒരു വഴിക്ക് പോയി എന്നും പറഞ്ഞ് സത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഒരാളെ കാണുകയുള്ളൂ. നമ്മൾ ആ ഒരാളെ വേണം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. 99 പേരും വേറൊരു വഴിക്ക് ചിലപ്പം പോകും. ഒരാൾ ചിലപ്പം ശരിക്കുമുള്ള പാത്ത് മനസ്സിലാക്കി നിൽക്കുന്ന ആൾ കാണും. അവരായിരിക്കും സക്സസ്സിൽ എത്തിപ്പെടുന്നത്. എന്നും ഒരു കൂട്ടം ആളുകൾ പോകുന്നിടത്തല്ല സക്സസ്. എന്നും വേണ്ട രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. അവർ സമൂഹത്തിലെന്നും ഒറ്റയ്ക്കായിരിക്കും, പക്ഷേ അവർ സക്സസ്സിൽ എത്തിപ്പെടും. നമ്മുടെ നാട്ടിലുള്ള ഏത് സമ്പന്നനായിട്ടുള്ള ആളുകളെ എടുത്ത് നോക്കിയോ, അല്ലെങ്കിൽ നല്ലൊരു ഉയർന്ന പൊസിഷനിലിരിക്കുന്ന, അത് സമ്പത്ത് കൊണ്ടോ സ്ഥാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു കോർ മേഖലയിലുള്ള ആളുകളായിരിക്കും. ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം, അവരെന്തെങ്കിലും അവരുടെ ലൈഫിലൊരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എടുത്ത് അവർ ഒറ്റയ്ക്ക് മാറി നിന്നു എന്നുള്ളതാണ്. സമൂഹം പോകുന്ന ഇപ്പം ചെമ്മരിയാടും കൂട്ടത്തെ നമുക്ക് നോക്കിയറിയാം, എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ അവരെല്ലാം എത്തിപ്പെടുന്നത് ചിലപ്പോൾ നാളെ ഒരു ട്രാപ്പിലാണെങ്കിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും പോയി ചാടുന്നത്. അതല്ലാതെ ഒറ്റയ്ക്ക് മാറി അവർ ചെയ്യുന്നത് റോങ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ റോങ് ആണെന്ന് മനസ്സിലാക്കിയാൽ അത് തിരുത്താൻ തയ്യാറായി നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ ലൈഫിൽ ഡിസിഷൻസ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതല്ലാതെ നമ്മൾ അവർ ചെയ്തു ഇവർ ചെയ്തു ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവരുത്. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അങ്ങനെ പോകരുത്. വിദേശത്തേക്ക് പോകരുതെന്നല്ല പറഞ്ഞത്, അങ്ങനെ ആ ഡിസിഷനിലേക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. ഇപ്പം നാട്ടിൽ നിന്ന് നമുക്ക് നല്ലൊരു ജോലിയുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വിദേശത്ത്. ഈവൻ ഈ പറയുന്ന ലിങ്ക്ഡിനിലൂടെ ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാം. ന്യൂസിലൻഡിലൊക്കെ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറയുന്നൊരു സിസ്റ്റം തന്നെയുണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന ആ ഒരു സെറ്റ് ഓഫ് കമ്പനീസിൽ നമുക്ക് അപ്ലൈ ചെയ്തൊരു ജോലി ചെയ്യാൻ സാധിക്കുവാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം നാട്ടിലൊരു കമ്പനി വർക്ക് ചെയ്യുവാണ്. നിങ്ങൾക്കൊരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 4 വർഷം എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പനിയിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആ പറയുന്ന പർട്ടിക്കുലർ ജോബിന് ആപ്റ്റ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ തരും. അവർക്ക് വിസ സ്പോൺസർഷിപ്പ് തരാൻ പറ്റുന്ന കമ്പനികളുണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെല്ലുന്ന ആളുകൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ് ആയിട്ടുള്ള ആൾക്കാർ, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരുടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും വെച്ചിട്ട് വിദേശത്ത് അതേ ജോലിയാണ് ചെയ്യുന്നത്. അല്ലാതെ അൺസ്കിൽഡ് ജോലി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മീറ്റ് സ്റ്റോളിൽ നിൽക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്രോൾ പമ്പിൽ നിൽക്കാം, വെയർ ഹൗസിൽ നിൽക്കാം എന്നും പറഞ്ഞ് ഇവർ മൈഗ്രേറ്റ് ചെയ്യുമ്പം
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വികസിത രാജ്യങ്ങളിലും ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാ മനുഷ്യരും നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കുഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് കാണുന്നത് പോലെയല്ല. ഈ പറയുന്ന വികസിത രാജ്യങ്ങളിലും ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ട്. ദരിദ്രരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് അവർ ദരിദ്രരായി പോയത്? അവർക്ക് ഈ പറയുന്ന ടോപ്പ് നോച്ച് ജോലികളോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകളോ കാര്യങ്ങളോ ഇല്ല. അവരവരുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകാനുള്ള ഒരു ഏണിങ്സ് ആയിരിക്കും അവർക്കുള്ളത്. അത് ആ കാറ്റഗറി പെടുന്ന ജോബുകളാണ് ഈ അൺസ്കിൽഡ് കാറ്റഗറി. പല ജോലികളും ഈ ഒരു രീതിയിലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു ട്രാപ്പിൽ പോയി കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ നിൽക്കുന്നത് അതിനേക്കാൾ ഒരു പടി മുകളിലേക്ക് പോകാൻ നോക്കി നിങ്ങൾ അവിടെ ചെല്ലുമ്പം നിങ്ങൾ നാട്ടിലുള്ളതിനേക്കാൾ 2 പടി താഴേക്കാണ് ശരിക്കും പോകുന്നത്. നാട്ടിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം 1000 രൂപ കൊണ്ട് ജീവിക്കാമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വിദേശ രാജ്യത്ത് ഈ പറയുന്ന ഏത് വെസ്റ്റേൺ കൺട്രി ചെന്നാൽ നിങ്ങൾ 5000 രൂപയ്ക്ക് ജീവിക്കും ഒരു മാസം, ഒരു ദിവസം. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഈ 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ നിങ്ങൾ ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ മണിക്കൂറുകൾ പെർ അവറാണ് ചാർജ്. ഈ പെർ അവർ ചാർജ് തരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന എന്ത് സേവനങ്ങൾക്ക് നിങ്ങൾ അതേപോലെ തന്നെ പെർ അവർ ചിലവ് അങ്ങോട്ടും ഉണ്ട്. അത് ശ്രദ്ധിക്കണം. ഭീമമായ ടാക്സസ് ഉണ്ട്. സോ ഇതെല്ലാം മനസ്സിലാക്കുക. ഒരു നല്ല ഹെൽത്ത് കെയർ, ഒരു ആശുപത്രിയിൽ ഒരു ആവശ്യം, നമുക്കൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നൊന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ മാസങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അതിനകത്തേക്ക് ചാടുക. എന്നും പറഞ്ഞ് നിങ്ങൾ പോകണ്ടെന്നോ പോകണമെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അത് ഓരോരുത്തരുടെയും കയ്യിലുള്ള ഡിസിഷൻസാണ്. ഇപ്പം ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ പോകണമെന്നോ പോകണ്ടായെന്നോ ഒന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ സ്വയമേ ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നു അത് ചെയ്യുക. പണ്ട് എല്ലാ ആളുകളും ഗൾഫിലേക്ക് പോകുമായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഗൾഫ് ഒത്തിരി ബെറ്ററാണ്. ചുമ്മാ പറയുന്നതല്ല. ഇത്രയും ഭീമമായ ടാക്സസ് ഇല്ല, പല സംവിധാനങ്ങളുണ്ട്, പല സൗകര്യങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും ഇതിലും ബെറ്ററാണ് കമ്പാരിറ്റീവ്ലി. ഈ പുറമേ കാണുന്ന പുറംപൂച്ചുകളും ആഡംബരങ്ങളും വർണ്ണശബളമായ ഒരു ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച ചിലപ്പോൾ മേ ബി അത് കാണും. രണ്ടാമത്തെ ആഴ്ച ചെന്ന് കഴിയുമ്പോൾ രണ്ടാമത്തെ ആഴ്ച ആയി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ യഥാർത്ഥ റിയാലിറ്റി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ ഭീകരത എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ചെന്ന് കയറുന്ന പിള്ളേർക്കെല്ലാം ഇത് പിന്നെ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആരോടെങ്കിലും പുറത്ത് പറയാൻ പറ്റുമോ? നാണക്കേട് കാരണം പല ആളുകളും മിണ്ടത്തില്ല. അതുകൊണ്ട് ഈ ട്രാപ്പിലേക്ക് വീണ്ടും ചാടുവാണ്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു കുഴിയുണ്ട്. മുന്നോട്ട് പോയി ഇപ്പം നമ്മൾ അവനോട് പറയാം അവിടെ കുഴിയുണ്ട്, നീ പോടാ എന്ന് പറഞ്ഞ് അവൻ ആ കുഴിയിലേക്ക് പോയി ചാടി. അത് കഴിഞ്ഞ് അവന് നമ്മളോട് വിളിച്ച് പറയാൻ പറ്റുമോ ഞങ്ങൾ കുഴി വന്ന് പോയി പെട്ടുപോയി എന്ന്? നമ്മളോട് നാണക്കേട് കാരണം മിണ്ടത്തില്ല. എന്നാൽ ഇവൻ്റെ പുറകെ പോകുന്ന ആൾ നോക്കുമ്പോൾ എന്ത് പറ്റും? കുഴിക്കകത്ത് സ്വർഗ്ഗമാണെന്ന് ഓർത്ത് അവനും പോയി ആ കുഴിയിലോട്ട് ചാടും. ഇങ്ങനെ ചാടി ഓരോരുത്തർ ചാടി പോകും. നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ പറയുമ്പോൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ നാട്ടിൽ ഒരാളൊരു +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഒരു ബിസിനസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും മേ ബി. പക്ഷേ ആ ഒരു പ്രോസസ്സിന് ചിലപ്പോൾ 1, 2, 3 വർഷം വേണം. ഒരാളൊരു ഡിസിഷൻ മേക്കിംഗ്, അതായത് ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെട്ട് ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് എല്ലാം പെട്ടെന്ന് വേണം. ഒരു സ്വിച്ച് ഇടുന്നത് പോലെ എല്ലാം കൈ കിട്ടണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോസസ്സ്. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അംബാനിയുടെ കഥ നോക്കാം. പുള്ളി എത്ര കഷ്ടപ്പെട്ടാണ് പുള്ളി ഇന്ന് ഈ കാണുന്ന മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും ഫാദറായിട്ടുള്ള ആൾ എത്ര വർഷം കഷ്ടപ്പെട്ട ശേഷമാണ് അങ്ങനെ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അല്ലേ? നമുക്കറിയാം. ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 30ാമത്തെ വയസ്സിലായിരിക്കാം നിങ്ങളൊരു സക്സസ്സിലേക്ക് എത്തിപ്പെടുന്നത്. സോ ആ ഒരു പ്രോസസ്സിൽ എത്തിപ്പെടാനുള്ള ഒരു സമയവും സാഹചര്യവും അതിനുള്ള ക്വാളിഫിക്കേഷൻസ് നമുക്ക് ഉണ്ടാവണം. ആ ഒരു ചിന്തയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നിങ്ങളെ ആ ഒരു മേഖലയിലേക്ക് പാകപ്പെടുത്തി എടുക്കണം. ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങളെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയമാണിത്. ആ സമയമാകുമ്പോഴത്തേനും നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സും ചെയ്ത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അൺസ്കിൽഡെന്നും പറഞ്ഞ് നിങ്ങൾ പോയി നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ മേലാത്ത ഒരുമാതിരി ഒരു വല്ലാത്ത ഞെരുക്കത്തിൽ പെട്ടുപോയാൽ നിങ്ങൾക്ക് അന്ന് ആ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിസിഷൻസ് എടുക്കുമ്പോൾ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രം ഡിസിഷൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അവർ ചെയ്തു ഇവർ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളതിന് ഫോളോ ചെയ്യാനായിട്ട് നിൽക്കേണ്ട. അതാദ്യമേ മനസ്സിലാക്കുക. പിന്നെ എല്ലാവരുടെയും തീരുമാനം അവരവരുടെ മാത്രം ഡിസിഷൻസ് ആണെന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരും ഡിസിഷൻസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യുക. ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇത്ര കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് പലതും പുറത്ത് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാൽ പോലും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയ നുറുങ്ങ് വെളിച്ചമെങ്കിലും എൻ്റെ ഈ ടോക്കിലൂടെ നിങ്ങൾക്ക് കിട്ടിയും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ടേക്ക് കെയർ, ബൈ.